സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഒന്നിലേറെ പേരുകൾ ഇല്ലാതെ ഒറ്റ പേര് മാത്രമാണ് KPCC ഹൈക്കമാൻഡിന് അയച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആരംഭിച്ചിട്ട് അധിക നാടുകളൊന്നും ആകുന്നില്ല. ഒരു കാലത്തൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമായിരുന്നു. ചെറിയ പൊട്ടലും ചീറ്റലുമായിരുന്നില്ല, വലിയ പൊട്ടിത്തെറികളായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഉണ്ടാവുക. എന്നാൽ ഇന്ന് കാലം മാറി, കഥയും മാറി. യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തിയത്. ആ ഒറ്റ പേര് LDFും BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ താരമായത് മറ്റൊരാളായിരുന്നു. ഇന്നലത്തെ താരം VS ജോയി ആയിരുന്നു. മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്ന VS ജോയിയെ പ്രവർത്തകർ ഒന്നടങ്കം നെഞ്ചിലിരുന്ന കാഴ്ചയാണ് നാം ഏവരും കണ്ടത്. അതിന് ചില കാരണങ്ങളുണ്ട്. സാധാരണ നിലയിൽ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പൊതുതെരഞ്ഞെടുപ്പോ നടക്കുമ്പോൾ ഒന്നിലേറെ ആളുകളുടെ പേര് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാറുണ്ട്. എല്ലാവർക്കും സ്ഥാനാർത്ഥികളാകുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ തഴയപ്പെടുന്നവർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നിലമ്പൂരിൽ ഏറെ പരിഗണിച്ച പേരായിരുന്നു DCC പ്രസിഡന്റ് VS ജോയിയുടേത്. ഹൈക്കമാൻഡും കേരളത്തിലെ KPCC നേതൃത്വവും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചിരുന്ന VS ജോയി തന്നെയാണ് ആ പ്രഖ്യാപനത്തെ ആദ്യം സ്വാഗതം ചെയ്തത്. മാത്രവുമല്ല, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തുവാനും ജോയി തയ്യാറായി. അങ്ങേയറ്റം പക്വതയോടെ അതിലേറെ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചായിരുന്നു VS ജോയി എന്ന നേതാവിന്റെ പ്രതികരണം. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെയാണ് VS ജോയി രാഷ്ട്രീയ കേരളത്തിൽ സുപരിചിതനാകുന്നത്. സൗമ്യനായ എന്നാൽ പവർഫുള്ളായ KSU പ്രസിഡന്റ് ആയിരുന്നു VS ജോയി. KSUവിനെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കുവാൻ പരമാവധി ശ്രമിച്ച നേതൃപാടവത്തിന്റെ പേരായിരുന്നു VS ജോയി. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തായിരുന്നു ദീർഘകാലത്തിന് ശേഷം കേരളത്തിലെ പ്രധാന സർവകലാശാലകളൊക്കെ KSU കയ്യിലൊതുക്കുന്നത്. എല്ലാ വിഭാഗം നേതാക്കൾക്കും സ്വീകാരനായ KSU അധ്യക്ഷൻ കൂടിയായിരുന്നു ജോയി. KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് ദീർഘകാലത്തോളം യാതൊരു പദവിയും ഇല്ലാതെ പാർട്ടിയിൽ തുടരുമ്പോഴും ജോയിക്ക് പരിഭവങ്ങളെ ഇല്ലായിരുന്നു. സാധാരണ നിലയിൽ KSU സംസ്ഥാന പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരായി വരാറുണ്ട്. PC വിശ്വനാഥ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഒക്കെ അത്തരത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയവരാണ്. എന്നാൽ ജോയി അപ്പോഴും തഴയപ്പെട്ടു. ദീർഘകാലത്തോളം യാതൊരു സ്ഥാനവും ഇല്ലാതിരുന്നപ്പോഴും അയാൾ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുവാനോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കളം നിറയുവാനോ ശ്രമിച്ചില്ല. അതിന്റെ അംഗീകാരമായിട്ടായിരുന്നു DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ മലപ്പുറം പോലൊരു ജില്ലയുടെ DCC അധ്യക്ഷനായി ജോയി സ്ഥാനമേൽക്കുന്നത്. ഒരു ചെറുപ്പക്കാരനായ അതിലേറെ ലക്ഷ്യബോധമുള്ള ജോയി മലപ്പുറത്തെ പാർട്ടിയെ നയിക്കുവാൻ ഇറങ്ങിയപ്പോൾ അത് കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള കാൽവയ്പായിരുന്നു. ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് സമാനതകളില്ലാത്ത വളർച്ചയേകുവാൻ ജോയിക്ക് കഴിഞ്ഞു. നിരവധി ആളുകളെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ VS ജോയിക്ക് സാധിച്ചു. ഒരു യുവജന സംഘടനയുടെ ആവേശത്തോടെ യുവജന നേതാവിന്റെ പ്രസരിപ്പോടെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ജോയി നയിച്ചു. അതിന്റെ റിസൾട്ടും എല്ലാ തരത്തിലും കോൺഗ്രസിനുണ്ടായി. ജോയിയുടെ കഴിഞ്ഞ ദിവസത്തെ സമീപനങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും രംഗത്ത് വന്നത്. മാധ്യമങ്ങൾ പോലും കോൺഗ്രസിൽ വലിയ വിഭാഗീയത ഉണ്ടാകുമെന്ന് കരുതിയിടത്തായിരുന്നു ജോയി അത്തരം പ്രതീക്ഷകളെ തകർത്ത് തരിപ്പണമാക്കിയത്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്ന് P സരിൻ രാത്രിക്ക് രാത്രി കൂടുമാറി ഇടതുപാളയത്തിലെത്തി അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ജോയി അങ്ങനെ ചെയ്തില്ല. 1000 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അരനിമിഷം പോലും പാർട്ടിയെയും പ്രവർത്തകരെയും പ്രതിസന്ധിയിൽ ആക്കുകയില്ലെന്ന മറുപടിയായിരുന്നു ജോയിയുടേത്. കോൺഗ്രസ് എന്നല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിരവധി പ്രവർത്തകരുടെ ജീവവികാരമാണ്. MPയും MLAയും പഞ്ചായത്ത് മെമ്പറും പോലും ആകാതെ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അനേകായിരം പ്രവർത്തകർ എല്ലാ പാർട്ടികളിലുമുണ്ട്. അവരുടെ ആത്മധൈര്യത്തെ ചോദ്യം ചെയ്യുന്നവരാണ് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അന്യ പാർട്ടികളിലേക്ക് ചേക്കേറുന്നത്. സരിൻ അത്തരത്തിലൊരു അധികാരമോഹിയായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾ മാത്രമായിരുന്നു സരിൻ എന്ന ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത്. എന്നാൽ സ്വന്തം താല്പര്യങ്ങളെ തെല്ലും പരിഗണിക്കാതെ പ്രസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി പക്വതയോടെ നിലകൊണ്ട ജോയി സരിനെ പോലെയുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരാളാണ്. ഉറപ്പായും VS ജോയി കേരള രാഷ്ട്രീയത്തിൽ ജനിക്കുന്ന ഒരു നേതാവായി മാറുക തന്നെ ചെയ്യും. കർമ്മഫലം കൊണ്ട് സരിനെ പോലെയുള്ളവർ രാഷ്ട്രീയത്തിൽ ഒന്നുമാകാതെ പോകുന്ന കാലത്ത് ജോയിയെ പോലെയുള്ളവർ കരുത്തോടെ നിലകൊള്ളുക തന്നെ ചെയ്യും.